അറബ് രാജ്യങ്ങളിൽ അഥവാ മുസ്ലിം രാജ്യങ്ങളിൽ 8%-യും 13%-യും ഇടയിൽ നിരീശ്വരവാദികൾക്ക് ആധിക്യം വളർച്ച ഉണ്ടായിട്ടുണ്ട്. പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവ് എനർജി നമുക്ക് നൽകും. ആളുകളൊക്കെ നിരീശ്വരവാദിയാവുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സന്തോഷം ഞാൻ പറയാല്ലെങ്കിൽ പോലും അത് നമ്മുടെ മനസ്സിനെ കൂടുതൽ സ്ഥൈര്യപ്പെടുത്തും. മുസ്ലിം ഭാഗത്തേക്ക് വരും. അവരൊക്കെ ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് വേണ്ടി ഒരു മതപണ്ഡിതനെ പോലും ചെയ്യാൻ കഴിയാത്ത സേവനമാണ് ഇന്നിപ്പോൾ നിരീശ്വരവാദികൾ ഇസ്ലാമിന് ചെയ്തു തരുന്നത്. ആസ്ക് ദ സ്കോളർ വിത്ത് ഷെയ്ഖ് റഹ്മത്തുള്ള പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പൊന്മളയിൽ നിന്നും സഹൽ മുഹമ്മദിൻ്റെ ചോദ്യം: അടുത്തിടെ നിരീശ്വരവാദികളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നതായി ഉസ്താദിന് ശ്രദ്ധയിൽ പെട്ടിട്ടാകുമല്ലോ. നവനാസ്തികർ സർവ്വമതങ്ങൾക്കെതിരെയും വിദ്വേഷ പ്രചാരണവും കള്ളങ്ങളും പരസ്യമായി വിളിച്ചു പറയുകയും സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ നാസ്തികർ പടച്ചുവിടുന്ന കള്ളങ്ങളും കുപ്രചാരണങ്ങളും നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കുന്നു. ദൈവവിശ്വാസികളായ നാം ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്? ഉസ്താദിന് മറുപടി പ്രതീക്ഷിക്കുന്നു. വളരെ പ്രസക്തമായ ചോദ്യം. ഒന്നാം പാർട്ട് വളരെ ശരിയാണ്. അതായത് നിലവിലുള്ള സാഹചര്യത്തിൽ നിരീശ്വരവാദം, ലിബറലിസവും നമ്മുടെ യൂത്തിലേക്ക് വളരെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ലോകമൊട്ടാകും അതിൻ്റെ അലയൊലികളും സാഹചര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശരിയാണ്. പക്ഷേ ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ വരുന്ന ആ ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ വരുന്ന ആശങ്ക അവ്വിധമല്ല അതിൻ്റെ യാഥാർത്ഥ്യം. നിരീശ്വരവാദികളുടെ പ്രചണ്ഡമായ പ്രചാരണം കാരണം മതത്തിന് വലിയ പോറലേൽക്കുകയും ആളുകൾ മതത്തിൽ നൊഴിഞ്ഞു പോവുകയും ചെയ്യുക എന്നത് തെറ്റായ വായനയാണ്. നിരീശ്വരവാദം അധികരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് മതങ്ങളുടെ മേലുള്ള വിമർശനങ്ങൾ നേരിടാൻ മതങ്ങൾക്ക് കഴിയാതെ അങ്ങനെ സംഭവിക്കുന്നു എന്ന വായന തെറ്റാണ്. എന്തുകൊണ്ട്? നിരീശ്വരവാദ പ്രചാരണം നിരോധിച്ച രാജ്യങ്ങളിൽ പോലും നിരീശ്വരവാദത്തിൻ്റെ സ്വാധീനം അധികരിക്കുന്നതായി പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. 2019 BBC പുറത്തിറക്കിയ ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് അറബ് രാജ്യങ്ങളിൽ അഥവാ മുസ്ലിം രാജ്യങ്ങളിൽ 8%-യും 13%-യും ഇടയിൽ നിരീശ്വരവാദികൾക്ക് ആധിക്യം വളർച്ച ഉണ്ടായിട്ടുണ്ട്. 2019 BBCയുടെ കണക്കാണ്. വീണ്ടും അതിനേക്കാൾ കൂടിയ മറ്റു റിപ്പോർട്ടുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ 8% അറബികളിൽ, അതായത് 100 അറബിയിൽ 8 മുതൽ 13 വരെയും അറബികൾ, അറബ് മുസ്ലിം രാജ്യങ്ങളിൽ 8 മുതൽ 13 വരെയും അറബ് മുസ്ലിങ്ങൾ നിരീശ്വരവാദികളാണ് എന്നാണ് BBCയുടെ പഠന റിപ്പോർട്ട് 2019. ഇപ്പോൾ അതിനേക്കാൾ കൂടിയിട്ടുണ്ട് ഉണ്ടാവും. അപ്പോൾ ഇത് സത്യമാണ്. പക്ഷേ ഇത് നിരീശ്വരവാദികളുടെ പ്രചാരണം കൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത് 100% തെറ്റാണ്. എന്തുകൊണ്ട്? നിരീശ്വരവാദ പ്രചാരണം 100% നിരോധിച്ച രാജ്യങ്ങളാണത്. അപ്പോൾ പിന്നെ പ്രചാരണം കൊണ്ട് ആളുകൾ നിരീശ്വരവാദിയായി എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുക? ആ ഭാഗം 100% തെറ്റാണ്. നിരീശ്വരവാദികൾ മതത്തിനെതിരെ, പ്രത്യേകിച്ച് ഇസ്ലാമിനെതിരെ നടത്തുന്ന പ്രചണ്ഡമായ പ്രചാരണങ്ങൾ ഇസ്ലാമിന് വലിയ മുതൽക്കൂട്ടായി ഭവിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഞാൻ ഉത്തരത്തിലേക്ക് വരാം. അതേസമയം ദരിദ്ര രാജ്യങ്ങളിൽ നിരീശ്വരവാദികൾ, അത് മുസ്ലിം രാജ്യമാണെങ്കിലും ഹൈന്ദവ രാജ്യങ്ങളാണെങ്കിലും ക്രൈസ്തവ രാജ്യങ്ങളാണെങ്കിലും, അതിന് എക്സാമ്പിൾ എത്യോപ്യ 70% ക്രിസ്തീയ ദരിദ്രർ ജീവിക്കുന്ന രാജ്യമാണ്. നിരീശ്വരവാദത്തിൻ്റെ സ്വാധീനം വളരെ കുറവാണ്. മൗറിത്താനിയ, സെനഗൽ, മാലി, മൗറിത്താനിയ ആഫ്രിക്കൻ രാജ്യങ്ങളാണ്, ദരിദ്ര മുസ്ലിം രാജ്യങ്ങളാണ്. നിരീശ്വരവാദത്തിൻ്റെ സ്വാധീനം വളരെ കുറവാണ്. ഇപ്പോൾ നേപ്പാൾ ഒരു ഹിന്ദു രാജ്യമാണ്. നിരീശ്വരവാദത്തിൻ്റെ സ്വാധീനം ഇന്ത്യയേക്കാൾ കുറവാണ്. ഭൂട്ടാൻ ഒരു ബുദ്ധമത സ്വാധീനം കൂടുതലുള്ള രാജ്യമാണ്. 80%-ഓളം ബുദ്ധമത വിശ്വാസികളുടെ രാജ്യം ഭൂട്ടാൻ. ലോകത്ത് മറ്റേത് രാജ്യങ്ങളെയും അപേക്ഷിച്ച് നിരീശ്വരവാദ സ്വാധീനം വളരെ കുറവാണ്. സോമാലിയ, സുഡാൻ ഒരു ദരിദ്ര രാജ്യമാണ്. മുസ്ലിം ഐഡന്റിറ്റി പേറുന്ന ഒരു രാജ്യമാണ്. വളരെ ദരിദ്ര രാജ്യമാണ്. നിരീശ്വരവാദികളുടെ എണ്ണവും ശതമാനവും വളരെ കുറവാണ്. അതേ സമയത്ത് അറബ് മുസ്ലിങ്ങൾ സമ്പന്ന മുസ്ലിം രാജ്യങ്ങളാണ്. നിരീശ്വരവാദികളെ വളർച്ചാ നിരക്ക് വളരെ കൂടുതലാണ്. എന്താ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് സത്യമായ വിവരങ്ങളാണ്. ഇതിന് അടിസ്ഥാന കാരണം ഭൗതികതയും അതിനോടുള്ള ആസക്തിയും സമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ മൂല്യങ്ങളെ നിരാകരിക്കാനും നിയമങ്ങളെ മറികടക്കാനും മനുഷ്യനൊരു തരം ത്വര വരും. കാരണം
അനുശാസനങ്ങളിലും മതത്തിൻ്റെ അനുശാസനങ്ങളിലും നിയമങ്ങളിലുമൊക്കെ കൃത്യമായി നിലനിന്നുകൊണ്ട് ഈ സമ്പന്ന വർഗത്തിന് അവരുടെ ചോയ്സുകൾ മുഴുവൻ പുറത്തെടുക്കാൻ കഴിയൂല. ഒരുത്തൻ മതം സ്വീകരിക്കുന്നവനാണെങ്കിൽ ദരിദ്രനായാലും ധനാഢ്യനായാലും അവൻ്റെ ആസ്വാദനം ഒന്നായിരിക്കും. തൻ്റെ ഭൗതികമായ വളർച്ചക്കനുസരിച്ച് തൻ്റെ ആസ്വാദനത്തിന് വൈവിധ്യമായ ആസ്വാദനം മനുഷ്യനെ സംബന്ധിച്ചത് കൗതുകത്തിന് പിന്നാലെ ഓടുമ്പോൾ ഇന്നത്തെക്കാൾ നാളെ പുതിയത്. ഇപ്പോൾ ഒരു ഡോസിൽ കള്ള് കുടിക്കുന്നവന് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന് ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഡോസ് കൂട്ടാൻ തോന്നും. കാരണം അതവൻ സാധാരണ രീതിയായി മാറും. എന്നതുപോലെ സമ്പന്ന അധികരിക്കുക, ഭൗതികതക്ക് സൗകര്യങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെ വരുമ്പോൾ മനുഷ്യന് കൗതുകങ്ങൾ അധികരിക്കും, ആസ്വാദനത്വര അധികരിക്കും. പുതിയ ആസ്വാദനങ്ങളെ ആശ്രയിക്കണമെങ്കിൽ, അതിനെ അവലംബിക്കണമെങ്കിൽ മതത്തിൻ്റെ അനുശാസനങ്ങളെ കാറ്റിൽ പറത്തേണ്ടി വരും. ആദ്യം അനുശാസനങ്ങളെ കാറ്റിൽ പറത്തും. അപ്പോൾ അവൻ്റെ മനസാക്ഷി അവനെ മെല്ലെ കുറ്റപ്പെടുത്തും. അപ്പോൾ പിന്നെ അവൻ മതത്തെ തന്നെ നിസ്സാരവൽക്കരിക്കും. എന്ത് മതം? വെറുതെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും മുസ്ലിയാക്കന്മാരും പറഞ്ഞുണ്ടാക്കുന്നതല്ലേ നിയമമൊക്കെ എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ മതത്തിന് അതൊക്കെ ഒരു അനാവശ്യം എന്ന് പറയും. പിന്നെ അവൻ ദൈവത്തെ നിരാകരിക്കും. എന്താ അടിസ്ഥാന കാരണം? സൗകര്യങ്ങൾ, സമ്പന്നത. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള ത്വര ജനങ്ങളിൽ വർദ്ധിക്കുക. അല്ലാതെ നിരീശ്വരവാദ പ്രചാരണം എന്നത് ഒരു മാനദണ്ഡമേ അല്ല. നിരീശ്വരവാദ പ്രചാരണമാണ് മാനദണ്ഡമെങ്കിൽ അറബ് രാജ്യങ്ങളിൽ നിരീശ്വരവാദികൾ ഉണ്ടാവാനേ പാടില്ല, ജയിലിലിടും, രാജ്യദ്രോഹ കുറ്റാണ്. ഇപ്പൊ നമ്മളൊരു ക്രിസ്ത്യൻ രാജ്യത്തെ കണ്ടു, എത്യോപ്യ. നിരീശ്വരവാദ സ്വാധീനം വളരെ കുറവാണ്, ദരിദ്ര രാജ്യമാണ്. അതേസമയത്ത് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങൾ സമ്പന്നമാണ്. 98% നിരീശ്വരവാദികളുള്ള രാജ്യങ്ങൾ. 100% ക്രിസ്ത്യാനികളുള്ള രാജ്യത്ത് 98% നിരീശ്വരവാദികൾ. എന്താ കാരണം? സൗകര്യങ്ങൾ. നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് കുതിക്കാണ്. എന്താ കാരണം? കൂടുതൽ ത്വരകൾ, അനുശാസനങ്ങളെ കാറ്റിൽ പറത്തി ഓടാനുള്ള മനുഷ്യന്റെ ജിജ്ഞാസ, മനുഷ്യന്റെ കൗതുകം. അപ്പോൾ ഒരിക്കലും ഇത് നിരീശ്വരവാദികളുടെ പ്രചാരണങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ വരുന്നത് എന്ന വായന 100% തെറ്റാണ്. പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവ് എനർജി നമുക്ക് നൽകും. ആളുകളൊക്കെ നിരീശ്വരവാദിയാവുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സന്തോഷം എന്ന് ഞാൻ പറയാല്ലെങ്കിൽ പോലും അത് നമ്മുടെ മനസ്സിനെ കൂടുതൽ സ്ഥൈര്യപ്പെടുത്തും. നമ്മുടെ വിശ്വാസത്തിന് ഒരു സ്ഥിരതയുണ്ട്. എന്തുകൊണ്ട്? ഇങ്ങനൊരു മൂവ്മെന്റ് 1400 വർഷമായിട്ട് മുസ്ലിങ്ങൾ കാത്തിരിക്കുകയാണ്. ഇപ്പോ എന്താ പറയാ, വലിയ ശാസ്ത്രകാരന്മാരെല്ലാം 21, 22 നൂറ്റാണ്ടുകളിൽ എപ്പോഴെങ്കിലും ലോകാവസാനം സംഭവിക്കും. ചില പ്രധാനപ്പെട്ട ന്യൂട്ടനെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞത് 21ാം നൂറ്റാണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് ലോകാവസാനം സംഭവിക്കുന്നൊക്കെ ന്യൂട്ടനെ പോലത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വേറെയും ശാസ്ത്രകാരന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലോകാവസാനത്തെ പ്രതീക്ഷിക്കുന്ന ഈ 21, 22 നൂറ്റാണ്ട് ഞാൻ മതപരമായ ഒരു എന്താ പറയുക, മതപരമായ നിയമങ്ങളെയോ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളെയോ മുന്നിൽ വെച്ചിട്ടല്ല 21, 22 നൂറ്റാണ്ടുകളിൽ ലോകാവസാനം സംഭവിക്കുമെന്ന് പറയുന്നത്. ശാസ്ത്രകാരന്മാർ തന്നെ അങ്ങനെ പ്രവചിച്ചിട്ടുണ്ട്. മതത്തിന് അങ്ങനെ പ്രവചനമൊന്നുമില്ല. പക്ഷെ ചില അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങൾ ഇവിടെ യോജിക്കുന്നുണ്ട്. അപ്പൊ ഈ ലോകാവസാനത്തെ നമ്മൾ കാത്തിരിക്കുന്ന ഈ കാലത്ത് പുണ്യ റസൂൽ പറഞ്ഞ കാര്യം ഇവിടെ നടപ്പിലാക്കുമ്പോൾ നമ്മളെ കൂടുതൽ വിശ്വാസ സ്ഥിരത തരിക. എന്താ പുണ്യ റസൂൽ പറഞ്ഞത്? ലോകാവസാനം അടുത്തു കഴിഞ്ഞാൽ യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. രാവിലെ സത്യവിശ്വാസിയായി കണ്ടവൻ വൈകുന്നേരം സത്യനിഷേധിയായി, ദൈവനിഷേധിയായി, മതനിഷേധിയായി മാറും. വൈകുന്നേരം സത്യവിശ്വാസിയായി നിങ്ങൾ കാണുന്നവൻ നേരം വെളുക്കുമ്പോഴത്തിന് മതനിഷേധിയും ദൈവനിഷേധിയും സത്യനിഷേധിയുമായി മാറും. ഇത് സർവ്വസാധാരണയായിത്തീരും. അത് ആയിരക്കണക്കായ വർഷങ്ങളായി മുസ്ലിമുകൾ കൈകാര്യം ചെയ്ത് അടുത്ത തലമുറക്ക് പകർത്തു കൊടുത്ത ഈ പുണ്യ തിരുനേമേനിയുടെ തിരുദൂതരുടെ ഈ വചനം ലോകാവസാനം നടക്കുമെന്ന് ശാസ്ത്രകാരന്മാർ വരെ പ്രവചിക്കുന്ന ഈ നൂറ്റാണ്ടിൽ അധികരിച്ച് കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നത് ആരുടെ കാര്യത്തിലാണ്? നബിയെ നമ്മുടെ മനസ്സിൽ കൂടുതൽ സ്ഥിരപ്പെടുത്താൻ ഇത് ഉപകരിക്കുകയാണ്. കാരണം നബി പറഞ്ഞ എത്ര സത്യമാണ്. മോന് മനസ്സിലായോ പറഞ്ഞത്? രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറാവും, വൈകുന്നേരം മുഅ്മിനായവൻ രാവിലെ കാഫിറായി കാണപ്പെടും എന്ന് പറയുമ്പോ ഇവിടെ ജയിച്ചത് ആരാണ്?
ജനങ്ങൾ കൂടുതൽ മതത്തിലേക്കാണ് ഓടുന്നതെങ്കിൽ നബി പറഞ്ഞത് പിഴച്ചോ എന്ന് നമുക്ക് തോന്നിപ്പോവും. എന്നിട്ട് ആ പദത്തിന്റെ ഒരു പൂർത്തീകരണം എന്താ നബി പറയുന്നത്? ആ സെന്റൻസിന്റെ പൂർത്തീകരണം ദുനിയാവിന്റെ ഭൗതികതയുടെ ഒരല്പത്തിന് വേണ്ടിയായിരിക്കും അന്നവൻ മതം വിൽക്കുക. അപ്പൊ എത്ര കൃത്യമായി ഞാൻ അവിടെ ഉത്തരം പറഞ്ഞല്ലോ. എന്ത് ഭൗതികാസക്തിയാണ് മനുഷ്യനെ മതം ഉപേക്ഷിക്കാൻ കാരണം? ഭൗതികാസക്തിയാണ് മനുഷ്യനെ ദൈവനിഷേധിയാക്കാൻ കാരണം? ഇത് 1400 മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവനെ ആസ്വദിക്കണം, ദുനിയാവ് ആസ്വദിക്കണം. മതത്തിൽ നിന്നാൽ പണം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, ആസ്വദിക്കാൻ പറ്റൂല. ഒരു യഥാർത്ഥ ഹിന്ദുവിന് ആസ്വദിക്കുന്നതിന് പരിധി ഉണ്ടാവും. ഒരു യഥാർത്ഥ ക്രിസ്ത്യൻ, ഏത് മതം അങ്ങനെയാണ്. മതത്തിന് ഒരു കൃത്യമായി ഭൗതികതയെ ആസ്വദിക്കുന്നതിന് പരിധി ഉണ്ടാവും. എന്തും ആസ്വദിക്കുന്നതിന് പരിധി, നന്മയുടെയും ധാർമ്മികതയുടെയും ഒരു പരിധി കൃത്യമാക്കിയിട്ടുണ്ട് മതം. അതുകൊണ്ട് ഒരിക്കലും ഒരു യഥാർത്ഥ ഹിന്ദുവിന് ആസ്വദിക്കുന്നതിന് പരിധി ഉണ്ടാവും, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ആസ്വദിക്കുന്നതിന് പരിധി ഉണ്ടാവും. മുസ്ലിമിന് യഥാർത്ഥ പരിധി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് അപ്പൊ വായന കൃത്യമാണ്. നിരീശ്വരവാദികളുടെ പ്രചാരണത്തെ ഒരിക്കൽ നെഗറ്റീവായി എടുക്കരുത്, വളരെ പോസിറ്റീവായ കാര്യമാണ്. അവരാ സേവനം ചെയ്യട്ടെ. അവർ ഇസ്ലാമിനെ ആയാലും മറ്റു മതങ്ങളെയും പലപ്പോഴും അവർ ഇസ്ലാമിനെയാണ് വിമർശിക്കുന്നത്. ആയിക്കോട്ടെ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. മുസ്ലിം ആ ഭാഗത്തേക്ക് വരും. അവരൊക്കെ ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് വേണ്ടി ഒരു മതപണ്ഡിതന് പോലും ചെയ്യാൻ കഴിയാത്ത സേവനമാണ് ഇന്നിപ്പോൾ നിരീശ്വരവാദികൾ ഇസ്ലാമിന് ചെയ്തു തരുന്നത്. അത് പോസിറ്റീവായി എടുത്താൽ മതി. പിന്നെ ഇവർ പറയുന്നത് മതത്തിന് ധാർമ്മികമായ അടിത്തറല്ല, അത് വിശ്വാസികളെ സ്വാധീനിക്കുകയില്ല. എന്തുകൊണ്ട്? ഒരു മതവാദിയെ ധർമ്മനിഷ്ഠനാക്കിയത് അവന്റെ മതമാണെന്ന് ഈ ലോകത്തെ 100% മതവിശ്വാസിക്കും അറിയാം. അപ്പോൾ മതത്തിന് ധാർമ്മികമായ ഒരു കൃത്യത, അടിത്തറ ഇല്ല എന്ന വാദം 100% തെറ്റാണ്. 2, മതത്തിന് യുക്തിയില്ല, മതത്തിന് ശാസ്ത്രഭദ്രതയില്ല, അതും തെറ്റാണ്. എന്തുകൊണ്ട്? യുക്തി ഏതാണ് യഥാർത്ഥ യുക്തി? യഥാർത്ഥ യുക്തി എന്നാൽ സ്ഥിരമായ വസ്തുതാപരമായ യുക്തിയാണ്. അത് ശാസ്ത്രത്തിന്റെ യുക്തിയാന്ന് എങ്ങനെ പറയാ? ശാസ്ത്രം എത്ര തവണയാണ് അവരുടെ തീരുമാനങ്ങളെ മാറ്റിയത്? അപ്പോൾ യഥാർത്ഥ യുക്തിയിലേക്കുള്ള ഓട്ടാണ് അവർ യുക്തിയിൽ എത്തിച്ചേർന്നിട്ടില്ല. മതം അങ്ങനെയല്ല, മതം കൃത്യമായ യുക്തിയാണ്. ചിലപ്പോൾ മതവിശ്വാസികൾ മനസ്സിലാക്കിയെന്നിടത്ത് അബദ്ധം വരും. ഞാൻ സംഭവം പറയാം. 1960കളിൽ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ മൊറോക്കോയിൽ ഒരു പ്രധാനപ്പെട്ട ഷെയ്ഖിൻ്റെ അടുത്ത് ഒരാൾ വന്നുകൊണ്ട് ചെന്നുകൊണ്ട് ചോദിച്ചു, ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ ചന്ദ്രനൊന്നും കാലുകുത്താൻ കഴിയില്ല, ഭൂമി വിട്ടൊരു ഗ്രഹത്തിലേക്ക് മനുഷ്യൻ പോകാൻ കഴിയുന്നില്ലല്ലേ നമ്മൾ മതവിശ്വാസികളായ നമ്മളൊക്കെ മനസ്സിലാക്കിയത്? ഇപ്പോൾ ചന്ദ്രനിൽ ശാസ്ത്രകാരന്മാർ കാലുകുത്തിയല്ലോ, അപ്പോൾ നമുക്ക് പറ്റിയ തെറ്റായിപ്പോയില്ലേ, നമ്മൾ പറഞ്ഞ കളവല്ലേ എന്ന്. അപ്പൊ ഈ ഷേഖ് വളരെ സുസ്മേരവദനായി സ്ഥിരതയോടെ അല്പം പോലും ചാഞ്ചാട്ടമില്ലാതെ ഈ ഷേഖ് അതിമനോഹരമായ വാക്കുകൾ കൊണ്ട് മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അവർ ചന്ദ്രനിൽ കാലുകുത്തി എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ നാം വേദഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കിയത് തെറ്റായിരിക്കും. വേദഗ്രന്ഥമല്ല തെറ്റ്, വേദഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാ തെറ്റ്. ചന്ദ്രനിൽ ഒരു കാലത്തും മനുഷ്യൻ കാലുകുത്തില്ല പുണ്യൻ തിരുമേനി പറഞ്ഞിട്ടും ഇല്ല. നമ്മൾ വേദഗ്രന്ഥത്തിന്റെ വാക്കുകൾ, വേദഗ്രന്ഥം എന്നാൽ കോടാനക്കോടി സത്യങ്ങളെ ഉൾക്കൊള്ളുന്ന ചുരുക്കം വചനങ്ങളെ വേദഗ്രന്ഥം. അപ്പൊ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ വ്യാഖ്യാനത്തിലെ തെറ്റാണ്. നമുക്ക് തെറ്റുപറ്റി. അവർ ചന്ദ്രനിൽ കാലുകുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ല എങ്കിൽ അവർ കാലുകുത്തിയിട്ടുണ്ടാവില്ല. അവർ പറഞ്ഞ കളവാണ്. ഞാനിത് രണ്ടും പറയുന്നില്ല. മനുഷ്യൻ ഒരിക്കലും ചന്ദ്രനിൽ കാലുകുത്തിയില്ല എന്ന് പറയുന്ന ആയിരക്കണക്കിന് ശാസ്ത്രകാരന്മാർ ഇന്ന് ലോകത്തുണ്ട്. നമ്മൾ ശരിയായ യുക്തിയിൽ എത്തിച്ചേർന്നില്ല, മതത്തിന്റെ പൊരുൾ മനസ്സിലാക്കുന്നതിൽ നമുക്ക് തെറ്റുപറ്റി എന്നേ ഉള്ളൂ. മനുഷ്യൻ ചന്ദ്രനിലോ ചൊവ്വയിലോ കാല് കുത്തുമെന്നോ കുത്തൂലെന്നോ വളരെ വ്യക്തമായൊരു വാക്ക് പുണ്യ റസൂൽ പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കാൻ വേണ്ട. ആ ശരിയായ യുക്തിയിൽ മനുഷ്യൻ യഥാർത്ഥ വസ്തുത അറിയുന്നതിന് കൃത്യമായി എത്തിച്ചേരും. ശാസ്ത്രം മാറ്റിക്കൊണ്ടേയിരിക്കും. ശാസ്ത്രത്തിന്റെ ഒരു കാലത്തും പൂർണ്ണമായ യുക്തിയാണെന്ന് ഇന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം കൂടി ആ കൂട്ടത്തിൽ എടുത്തു പറയാം. ലോകം കണ്ട ശാസ്ത്രകാരന്മാരിൽ നിരീശ്വരവാദികൾ 10%. എന്നാൽ ഈശ്വര വിശ്വാസികൾ ലോകം കണ്ട
ലോകം കണ്ട ശാസ്ത്രകാരന്മാർ. ഐസക് ന്യൂട്ടൻ, സാർ ഐസക് ന്യൂട്ടൻ പറയാ, ന്യൂട്ടനെ മറികടക്കുന്ന ഒരു ശാസ്ത്രകാരൻ ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടില്ല. ന്യൂട്ടൻ തികഞ്ഞ ദൈവവിശ്വാസിയാണ്. ദൈവവിശ്വാസിയായി ജീവിച്ച് ദൈവം ഭൂമിയിലേക്ക് നൽകിയ ഒരു ഏഞ്ചൽ, ഒരു മാലാഖ എന്നാണ് അക്കാലത്തെ പോപ്പ് ഐസക് ന്യൂട്ടനെ പരിചയപ്പെടുത്തിയത്. ലോകം കണ്ട ശാസ്ത്രകാരൻ, 100% ദൈവവിശ്വാസി. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളിൽ പലരും ബൈബിളിലാണ് കുറിച്ചിട്ടുള്ളത്. ലോകം കണ്ട 90% ശാസ്ത്രകാരന്മാരും ദൈവവിശ്വാസികളാണ്. 10% ശാസ്ത്രകാരന്മാർ നിരീശ്വരവാദിയുള്ളൂ. അതിലും പലരും അഗ്നോസിസ്റ്റാണ്, എന്തല്ല, ഏത്തിസ്റ്റ് അല്ല. ആ 10%-ൽ 90%-ഓളം അഗ്നോസിസ്റ്റാണ്, ഏത്തിസ്റ്റ് അല്ല. നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്, ഇതിനെ പോസിറ്റീവായി എടുത്തോളൂ. എന്തുകൊണ്ടെന്നാൽ മതം വിട്ടുപോയ എക്സ് മുസ്ലിംസ്, ഇപ്പൊ നമ്മുടെ നാട്ടിലെ എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നമാണ്, വലിയ എന്നൊക്കെയുള്ള ധാരണ പൊതുജനങ്ങൾ പരക്കുകയും ചില പ്രഭാഷകരിലും കാണുന്നുണ്ട്. സത്യത്തിൽ എന്താണ് അവർ ചെയ്യുന്നത്? അവർ ഇസ്ലാമിന് സേവനം ചെയ്യല്ലേ? അവർ നമ്മുടെ യൂത്തിൻ്റെ അവരുടെ സ്വത്വബോധത്തെ മതപരമായി കൃത്യമാക്കി എടുക്കാൻ വേണ്ടി ഇവിടെ മതപണ്ഡിതന്മാരെക്കാൾ സേവനം ചെയ്യുന്നത് കൃത്യമായി നമ്മൾ ആലോചിച്ചാൽ അത് എക്സ് മുസ്ലിംസ് ആണ് എന്ന് കണ്ടെത്താൻ കഴിയും. നമ്മളെ സോഷ്യൽ ഐഡന്റിറ്റി തിയറികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ഡിഫെൻസീവ് ഐഡന്റിറ്റി തിയറി. എന്താ ഈ ഡിഫെൻസീവ് ഐഡന്റിറ്റി? ഒരു മതവിഭാഗം അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം, ആ പ്രത്യേക വിഭാഗം കുപ്രചാരണങ്ങള്, കളവ് പ്രചാരണങ്ങള് ഇങ്ങനെ നിരന്തരം വേട്ടയാടപ്പെടുമ്പോൾ, അത് ആ സൊസൈറ്റിയുടെ അടുത്ത് എത്തിച്ചേരുമ്പോൾ തങ്ങളുടെ ഐഡന്റിറ്റി യഥാർത്ഥത്തിൽ എന്താണെന്ന് പഠിക്കാനുള്ള ഒരു ജിജ്ഞാസയും താല്പര്യവും അവരിൽ വന്നു ചേരും. അപ്പോൾ അവർ പഠിക്കാൻ തയ്യാറാകും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആയിരക്കണക്കിന് എന്നല്ല, ചിലപ്പോൾ 10,000-കണക്ക് ഒരു പ്രഭാഷണമൊക്കെ ഒരാഴ്ച കൊണ്ട് 10,000-കണക്കും ചിലപ്പോൾ അതിനേക്കാൾ ആളുകൾ കേൾക്കുന്ന മതപ്രബോധകനായ എൻ്റെ അടുത്ത് നിലവിലുള്ള യുവതി യുവാക്കൾ അടിക്കടി ഇങ്ങനെ സംശയം ചോദിക്കും. ഈ സംശയം ചോദിക്കാനുള്ള അടിസ്ഥാന കാരണം ഇവിടെ എക്സ് മുസ്ലിം പടച്ചു വിടുന്ന ചില കള്ളങ്ങളാണ്. ആ കള്ളങ്ങൾ നമ്മൾ കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കും, അവർ കൃത്യമായി മനസ്സിലാക്കും. അപ്പൊ ഈ ഡിഫെൻസീവ് ഐഡന്റിറ്റി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കി. ഈ റിവേഴ്സ് സൈക്കോളജി സ്വാഭാവികമായും അത് പറയുന്നവനെയും അത് പഠിക്കുന്ന യൂത്തിനെയും സ്വാധീനിക്കും. ഒരു കാലഘട്ടത്തിന്റെ വെല്ലുവിളിയിൽ നിന്ന് ഒരാൾ അവന്റെ സോഷ്യൽ ഐഡന്റിറ്റിയെ കൃത്യമാക്കി എടുക്കും. ഒരു കാലഘട്ടത്തിന്റെ ത്രട്ടിൽ നിന്ന് പല പഠനങ്ങളും അങ്ങനെയുണ്ട്. ഇപ്പോൾ ചില നിരോധനങ്ങൾ, ചില എതിർപ്പുകൾ ലോകത്ത് ഇന്ന് മുഴുവനും, ലോകരാജ്യങ്ങളിൽ മുഴുവനും ഏറ്റവും എതിർപ്പ് നേരിടുന്ന ഒരു ജനവിഭാഗമാണ് സത്യത്തിൽ മുസ്ലിങ്ങൾ. എവിടെ എതിർപ്പാണ്? ഇത് ആ മതത്തിനുള്ളിലുള്ള ആളുകളെ വസ്തുത അറിയേണ്ടവർ, അല്ലാതെ കാലഘട്ടത്തിന്റെ ത്രറ്റിനെ ഭയപ്പെട്ട് മാറിപ്പോകുന്നവർ ഈ വിമർശനം ഇല്ലെങ്കിൽ തന്നെ മാറിപ്പോകും. അവരെ നമ്മൾ കണക്കാക്കേ വേണ്ട. വസ്തുതകൾ മനസ്സിലാക്കണമെന്നുള്ളവർ നബിയെ പറ്റി ഒരു ഉപജാപ സംഘം ഒരു ദുരാരോപണം നടത്തിയാൽ അതിന്റെ കൃത്യതയെ കൃത്യമാക്കാൻ പണ്ഡിതന്മാർക്ക് കഴിയും. അവർ ചോദ്യം ചോദിക്കും, കൃത്യമായ മറുപടി കിട്ടും. മറുപടി കിട്ടാത്ത ഒന്നും ഇസ്ലാമിലില്ല. ഒരു ഊഹത്തിന് അടിസ്ഥാനം ഇസ്ലാമിൽ ഇല്ല. ഉദാഹരണം പറയാം. അപ്പൊ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന KPSC തോപ്പിൽ ഭാസി രചിച്ച ഒരു നാടകമുണ്ട്. തോപ്പിൽ ഭാസിയുടെ 1952 ഡിസംബറിലാണ് ആ നാടകം പുറത്തു വരുന്നത്. KPSC ആണ് ആ നാടകം നിർമ്മിക്കുന്നത്. അതിൻ്റെ കഥ, തിരക്കഥ ഇതെല്ലാം ചെയ്തത് തോപ്പിൽ ഭാസിയാണ്. 1952 ഡിസംബറിൽ ഈ നാടകം പുറത്തു വന്നു. നാടകത്തിൻ്റെ പേര് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിലുള്ള ഒരു നാടകമാണ്. ഈ നാടകം പുറത്തു വന്നതോടുകൂടെ ലെഫ്റ്റിനെ ഭയക്കുന്ന ചില ആളുകൾ, അക്കാലത്തെ സർക്കാർ 1952 ഡിസംബറിൽ നാടകം പുറത്തു വന്നപ്പോൾ ചില്ലറ മാസം കഴിഞ്ഞ് 53 മാർച്ചിൽ ഈ നാടകം നിരോധിച്ചു. ഈ നാടകം നിരോധിച്ചതിന് കൊണ്ട്
കേരളത്തിലുണ്ടായ സാമൂഹിക മാറ്റം ചെറുതൊന്നുമല്ല. ഇന്നത്തെ കേരളത്തിന് അടിസ്ഥാന കാരണം തോപ്പിൽ ബാസിയാണ്. ഇന്നത്തെ കേരളത്തിൽ എല്ലാവരും ഇന്നും ഒരു കമ്മ്യൂണിസ്റ്റ് പക്ഷത്ത് ചിന്തിക്കുന്നവരാണ്. അത് ലീഗുകാരനും കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഒക്കെ അങ്ങനെയാണ്. എല്ലാവരും കമ്മ്യൂണിസ്റ്റ് മനസ്സാണ് കേരളത്തിന്. അതിന് അടിസ്ഥാന കാരണം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം കേട്ടതാണ്. ഈ നാടകം ഇത്ര പ്രചരിപ്പിക്കപ്പെടാനുള്ള കാരണം എന്താ? സർക്കാർ തന്നെ. ഇപ്പൊ നമ്മൾ കേരളത്തിലെ ഏതെങ്കിലും വലതുപക്ഷക്കാരനെ കൊണ്ടുപോയി ഡൽഹി കൊണ്ടുപോയാക്കിയാൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ വലിയ ഇടതുപക്ഷക്കാരനായിരിക്കും ഇവിടുത്തെ വലതുപക്ഷക്കാരൻ. എന്തുകൊണ്ട്? കേരളത്തിന്റെ സോഷ്യൽ സാഹചര്യം തന്നെ എന്താണ്? കമ്മ്യൂണിസ്റ്റാണ്. അതിനെ രൂപപ്പെടുത്തിയത് ആരാണ്? നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ്. ഈ നാടകം കേരളത്തിലെ എല്ലാ മുക്കുമൂലയിൽ എത്താൻ കാരണം എന്താ? സർക്കാർ. ഞാൻ പറയട്ടെ, 6000-ലേറെ തവണ ഈ നാടകം പൊതുവേദിയിൽ അവതരിപ്പിക്കപ്പെട്ടു. എത്ര? ഒരു നാടകം, സിനിമയല്ല, ഒരു നാടകം 6000-ലേറെ തവണ പൊതുവേദികളിൽ കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. കേരളത്തിൽ ഇന്ന് 2025 ജൂലൈ മാസമാണല്ലോ ഇത്. ഇന്ന് കേരളത്തിൽ ആകെ ഉള്ളത് 941 പഞ്ചായത്തുകളാണ്. ആകെ കേരളത്തിൽ ആകെ ഉള്ളത് എത്ര? 941 ഗ്രാമപഞ്ചായത്തുകളാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഈ നാടകം കേരളത്തിലെ പൊതുവേദികളിൽ അവതരിപ്പിക്കപ്പെട്ടത് എത്ര? 6000-ലേറെ. അപ്പൊ ആനുപാതികമായി നമ്മൾ കണക്കൂട്ടാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ ചുരുങ്ങിയത് 6-ലേറെ തവണയെങ്കിലും ഒരു പഞ്ചായത്തിൽ. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഒരു കുഗ്രാമം, അതാണ് ഇപ്പൊ ഗ്രാമപഞ്ചായത്ത്. ആ ഗ്രാമപഞ്ചായത്തിൽ ചുരുങ്ങിയത് ആനുപാതികമായി ഈ നാടകം 6-ലേറെ തവണ അവതരിപ്പിക്കപ്പെടണം. അതിനെന്താ കാരണം? നിരോധനം, ബുദ്ധിയില്ലാത്ത സർക്കാരിന്റെ കളി. ഇതുകൊണ്ട് വേറൊരു ഗുണമുണ്ടായി തോപ്പിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക്. 957 കേരളമായി ആദ്യത്തെ നിയമസഭ വരുമ്പോൾ ആരാ ഭരിച്ചത്? കമ്മ്യൂണിസ്റ്റുകാർ. എന്താ കാരണം? 53 4 കൊല്ലം കൊണ്ട് കേരളം ആരെ കയ്യിലായി? കമ്മ്യൂണിസ്റ്റ് കയ്യിലായി. പത്തനംതിട്ടയിലെ MLA ആണ് ആര്? തിരക്കഥാകൃത്തായ തോപ്പിൽ ബാസി. തോപ്പിൽ ബാസി പത്തനംതിട്ടയിലെ കേരളത്തിലെ ആദ്യത്തെ നിയമസഭയിലെ MLA ആണ്. ആരുടെ കീഴിലാണ് നിയമസഭ വന്നത്? ആരുടെ കീഴിലാണ് മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ടത്? നിരോധിക്കപ്പെട്ട, കണ്ടാൽ പിടിച്ച് അടിക്കുന്ന, ജയിലിലിടുന്ന പാർട്ടിയാണ് ഏത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിലാണ് കേരളത്തിലെ ആദ്യത്തെ സർക്കാർ. ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നാൽ ലോക ചരിത്രത്തിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വരുന്ന ലോക ചരിത്രത്തിലെ ആദ്യത്തെ നാട് കേരളമാണ്. ലോകത്ത് ജനാധിപത്യ പ്രക്രിയയിലൂടെയും വോട്ടിങ്ങൾ, അതായത് പൊതുജനത്തിന്റെ താല്പര്യമനുസരിച്ച് ഒരു നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുന്ന ലോക ചരിത്രത്തിലെ ആദ്യത്തെ നാട് കേരളം. അതിനാരാണ് കാരണം വെച്ചത്? ഈ നാടക നിരോധനം. അതിലെന്താണെന്ന് കേൾക്കണല്ലോ. ഞാൻ ഇപ്പൊ പറയുന്നത്, ആരെങ്കിലും ഒരു പൈസ കൊടുത്തെങ്കിലും എക്സ് മുസ്ലിങ്ങളെ കൊണ്ട് ഈ ജാതി ദുരാരോപണങ്ങൾ ഇനിയും പറയിപ്പിക്കണം. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും വസ്തുതകൾ അറിയുന്ന പണ്ഡിതന്മാരെ സമീപിച്ച് തെറ്റ് തിരുത്താനും വസ്തുതകൾ മനസ്സിലാക്കാനും അതിൻ്റെ വസ്തുനിഷ്ഠമായ വസ്തുതകളെ വിലയിരുത്തി പഠിക്കാനും നമ്മുടെ യൂത്ത് തയ്യാറാവുന്നുണ്ട്. ചുരുക്കം ചിലർ പുറകോട്ടു. അതെല്ലാ കാലത്തും അത് സുഖിയന്മാരാണ്. അവരുടെ കാര്യം മതമല്ല പ്രശ്നം. അവരുടെ പ്രശ്നം എന്താണ്? സുഖതാല്പര്യമാണ്. എന്നാൽ 80% യൂത്തും വസ്തുതകളെ പഠിക്കും. അങ്ങനെ കാര്യങ്ങൾ. എന്നിട്ടോ അവർക്കൊരു സോഷ്യൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ റിലീജിയസ് ഐഡന്റിറ്റി ഇതിൽ രൂപപ്പെടും. മതപരമായ സ്വത്വബോധം, സാമൂഹികമായ സ്വത്വബോധം. ഇതിവിടെ ഉണ്ടാക്കി തരുന്നത് ആരാ? എക്സ് മുസ്ലിംസ്. ചെയ്യട്ടെ അവര്. സ്വാഭാവികമായും അവര് ഈ ഡിഫെൻസീവ് ഐഡന്റിറ്റി സ്വാഭാവികം ആർജിക്കാൻ അവര് നിർബന്ധിതരാണ്. അതായത് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ലോകത്താകെ നടന്നുകൊണ്ടിരിക്കുന്ന, വിശേഷിച്ച് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തിനും ഇസ്ലാമിനെ മാത്രം കുറ്റപ്പെടുത്താനുള്ള ഒരു ത്വരയും ആ താല്പര്യവും സാഹചര്യവും സത്യത്തിൽ ഇത്തരം ഒരു ഡിഫെൻസീവ് ഐഡന്റിറ്റി അല്ലെങ്കിൽ റിലീജിയസ് ഐഡന്റിറ്റി, തങ്ങളുടെ റിലീജിയസ് ഐഡന്റിറ്റിയെ കൂടുതൽ ആർജിച്ചെടുക്കാൻ മുസ്ലിം യൂത്തിനെ നിർബന്ധിതരാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായും നിലവിലുള്ള ഇന്നത്തെ മുസ്ലിം യൂത്തിനെ ശക്തമാക്കാനാണ് ഈ എക്സ് മുസ്ലിംസിൻ്റെയും ഏത്തിസ്റ്റുകളുടെയും പ്രചണ്ഡമായ ദുരാരോപണങ്ങളും മറ്റും
ഉപകരിക്കുന്നത്. ഒരിക്കലും അത് നെഗറ്റീവായി എടുക്കേണ്ടതില്ല. ഇത്തരം ഒരു ലക്ഷറി ലഭിക്കുന്ന ഒരു സമൂഹം കേരളീയ സാമൂഹിക തപസ്സിൽ അത് മുസ്ലിമീങ്ങൾ മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്ത് മുഴുവനും അങ്ങനെ തന്നെയാണ്, ലോകത്തെവിടെയും അങ്ങനെ തന്നെയാണ്. ഉദാഹരണം 1.1% മാത്രം മുസ്ലിമീങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. പക്ഷെ ആ അമേരിക്കയിൽ പോലും അവിടുത്തെ ഒരു ഭരണപരമായ ഒരു സാഹചര്യം, ഒരു ഭരണമാറ്റം, ഒരു തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ ചർച്ച എന്തിലാണ്? ഇസ്ലാമിലും മുസ്ലിങ്ങളിലുമാണ്. ഒരു സാഹചര്യം അങ്ങനെ ഇല്ല, പക്ഷെ അവിടെ പോലും അങ്ങനെയാണ്. അപ്പോൾ ലോകത്തെവിടെയും അങ്ങനെയാണ്. ഇത്തരം സാഹചര്യങ്ങൾ മുസ്ലിം യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സോഷ്യൽ ഐഡൻറ്റിറ്റി ഓർ റിലീജിയസ് ഐഡൻറ്റിറ്റി അത് കൂടുതൽ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും ഈ ഈ ഡിഫെൻസീവ് ഐഡൻറ്റിറ്റിയുടെ ഈ ഒരു അടിസ്ഥാനം അവരെ പ്രേരിപ്പിക്കുമെന്ന കാര്യത്തിൽ 100% സത്യമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലെങ്കിലോ, ഇപ്പം നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് അലസരായ സമൂഹം, പ്രത്യേകിച്ച് മതത്തെക്കുറിച്ചും മറ്റുമൊക്കെ മതകാര്യങ്ങളെ, മതപഠനം ഇതിനെക്കുറിച്ചൊക്കെ അലസരായ ഒരു യൂത്താണ് നിലവിലുള്ള യൂത്ത്. എല്ലാ മതങ്ങളിലും അങ്ങനെ തന്നെയാണ്, മുസ്ലിം സമുദായത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആരോപണങ്ങളുടെയും ദുരാരോപണങ്ങളുടെയും നടുവിൽ സ്വന്തം മതത്തെ പഠിക്കാനുള്ള ഒരു ലക്ഷറി അത് മുസ്ലിം യുവാക്കൾക്ക് സ്വാഭാവികമായി ലഭിക്കും. അതിന് സത്യത്തിൽ മുസ്ലിം സമുദായം നന്ദി പറയേണ്ടതാണ് ഇവിടുത്തെ നിരീശ്വരവാദികളോടും എക്സ് മുസ്ലിമുകളും. കാരണം എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു മതപ്രഭാഷണമോ ഒരു മതപുസ്തകമോ പുറത്തിറങ്ങിയാൽ നിലവിലെ യൂത്ത് നിലവിലെ സാഹചര്യത്തെ അത് ശ്രദ്ധിക്കേയില്ല. പക്ഷെ ഇന്നും നിലവിലെ യുവാക്കൾ കേരളത്തിലെ മതപ്രബോധന രംഗത്ത് ആയിരക്കണക്കായ ആളുകൾ ദിനേന 10,000-കണക്കായ ആളുകൾ, ഒരാഴ്ചയിൽ 10,000-കണക്കായ ആളുകൾ എൻ്റെ പ്രഭാഷണം കേൾക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ വർഷങ്ങളായി, 10-25 വർഷമായി ഞാൻ കേരളീയ ഇസ്ലാം മതപ്രബോധന രംഗത്തും സാമൂഹിക സാഹചര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ഒരു സാഹചര്യത്തിലുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കറിയാം, യുവതിയുവാക്കൾ നിരന്തരം പല കാര്യത്തിനും വിളിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ സാഹചര്യം എന്തുകൊണ്ടാണ്? ഈ ഡിഫെൻസീവ് ഐഡൻറ്റിറ്റി അവരിൽ വർക്ക് ചെയ്യാണ്. അതിനെന്താ കാരണം? ഏത്തിസ്റ്റുകളും എക്സ് മുസ്ലിംസും കൊണ്ടുവരുന്ന ഈ ദുരാരോപണങ്ങളുടെ ലക്ഷറിയാണ്. അപ്പോൾ പഠിക്കാൻ അവർ സ്വാഭാവികം നിർബന്ധിതരാവുകയാണ്. അപ്പം എന്നെ അങ്ങനെ എത്ര ആളെ വിളിക്കുന്നുണ്ടാവും? അവരവരുടെ ഓരോ യുവതിയുടെയും നിലവിലുള്ള യുവാക്കൾ പൊതുവെ മതത്തെ പഠിക്കുന്ന കാര്യത്തിൽ 100% അലസരാവുകയും അവർക്ക് ഭൗതികതയിലേക്കുള്ള ഒരു കുതിരച്ചാട്ടം നടക്കുകയും ചെയ്യുന്ന നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ യുവാക്കൾക്ക് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും ഞങ്ങൾ ഇതാണ് എന്ന് വ്യക്തമായി അവരുടെ സ്വത്വബോധം രൂപപ്പെടുത്തിയെടുക്കാനും ഈ എക്സ് മുസ്ലിംസും ഈ ഏത്തിസ്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം എന്ന് പറഞ്ഞാൽ അത് അവർ ചെയ്തിട്ടില്ലെങ്കിൽ പണം കൊടുത്തെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടി വരുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല. ഒന്ന്. രണ്ടാമത്തത്, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നോ? ഇല്ല. നമ്മളെ ഇപ്പോൾ ഉദാഹരണം പറയാം, ആയിരക്കണക്കായ വർഷങ്ങളായി മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നബിവചനം, ഒരു ഹദീസ്. എന്താ? പുണ്യ റസൂൽ പറയാണ്, ഒരുപാട് മുഹദ്ദിസുകൾ ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എങ്ങനെ നടക്കുമെന്ന് നമുക്കറിയില്ലായിരുന്നു. എന്താ ഹദീസ്? ഇങ്ങനെയാണ്. പുണ്യ റസൂൽ പറയാൻ ഇമാം അഹ്മദ് തൻ്റെ മുസ്നദിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പതിഷ്ണു പണ്ഡിതനായ നാസറുദ്ദീൻ അൽബാനി പോലും ഈ ഹദീസ് അതിസ്വീകാര്യതയുള്ള ഹദീസാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് സർവാംഗൃതമായ നബി വചനങ്ങളിൽ ഒന്നാണ്. എന്താ നബി തിരുമേനി പറയുന്നത്? ലയബ്ലുഗന്ന ഹാദൽ അംറു മാ ബലഗൽ ലൈലു വന്നഹാർ. ലയബ്ലുഗന്ന ഹാദൽ അംറു, എൻ്റെ മതം, എൻ്റെ മതകാര്യങ്ങൾ എത്തിച്ചേരും. മാ ബലഗൽ ലൈലു വന്നഹാർ, എവിടെയെല്ലാം രാത്രിയും പകലും എത്താറുണ്ടോ അവിടെയെല്ലാം. അതായത് ഈ ഭൗമമണ്ഡലങ്ങളിൽ ആസകലം എവിടെയെല്ലാം രാത്രിയും പകലും എത്തുമോ എന്നാണ് ഈ ഭൂമി മുഴുക്കെ എവിടെയെല്ലാം രാത്രിയും പകലും എത്തുമോ
6 മാസത്തിൽ രാത്രി മാത്രമായ 6 മാസം പകല് മാത്രമായ, എന്നാലും അവിടെ രാവോ പകലോ ഉണ്ടല്ലോ. ഏത് നാട്ടിലും 12 മണിക്കൂറിൽ രാത്രിയും പകലും മാറി മാറി വരുന്ന നാടായാലും 6 മാസം രാവും പകലും മാറി മാറി വരുന്ന നാടായാലും എവിടെയെല്ലാം രാവും പകലും എത്തുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം എൻ്റെ മതവും എത്തും. വലാ യത്റുകുല്ലാഹു ബൈത മദരിൻ വലാ വബരിൻ. ഒരു ചെളി കൊണ്ടുണ്ടാക്കിയ മിട്ടി, സിർഫ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു വീടോ അല്ലെങ്കിൽ പുല്ല് മേഞ്ഞുണ്ടാക്കിയ പുല്ലുകൊണ്ട് തൽക്കാലം ചുമര് വെച്ച ഒരു വീടോ പോലും അള്ളാഹു ഉപേക്ഷിക്കുകയില്ല. ഒരു കൊട്ടാരം മാത്രമല്ല, ഒരു അമേരിക്കൻ സെനറ്റ് മാത്രമല്ല, ഒരു യൂറോപ്യൻ യൂണിയൻ്റെ അധികാരികൾ ഇരിക്കുന്ന ഒരു കെട്ടിടം മാത്രമല്ല, അവിടെ മാത്രമല്ല, അത് എന്ത് കാര്യം അവർ ചർച്ച ചെയ്യും. അതേ സമയത്ത് എവിടെ ഒരു ചെളി വീട്, ഒരു മണ്ണ് കൊണ്ടുണ്ടായ വീട് അല്ലെങ്കിൽ ഒരു പുല്ലുമേഞ്ഞ വീട് ലോകത്തെവിടെയും രാത്രിയോ പകലോ എത്തിച്ചേരുന്ന ഒരു ടെന്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല അദ്ഖലഹുല്ലാഹു ഹാദ ദീന, എൻ്റെ മതം ആ വീട്ടിൽ പ്രവേശിക്കാത്ത ഒരു കാലം ഉണ്ടാവില്ല. ഏത് വീട്ടിലും എൻ്റെ മതം എത്തും. ഈ ഹദീസ് നമ്മൾ പഠിക്കുന്നുണ്ട് കുട്ടിക്കാലം മുതലേ. ഞാൻ പഠിച്ച, പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് അത് എത്തുക, അതിൻ്റെ സാഹചര്യം എങ്ങനെ ഒരുങ്ങുക അറിയൂല. എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പം ഞാൻ 1967 എൻ്റെ ജനനം. പിന്നെ നമ്മൾ പഠിക്കുന്ന കാലം എന്നൊക്കെ പറഞ്ഞാൽ 70കളാണ്. അപ്പോൾ 70കളിലൊന്നും അങ്ങനത്തെ ഒരു നമ്മൾ 70കൾ 80കൾ തുടക്കം അക്കാലത്തൊക്കെ ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണ് റബ്ബേ, എങ്ങനെ അതൊക്കെ സംഭവിക്കുക എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് അത് എല്ലാവർക്കും ഒന്നിരിക്കൽ ഒരു യോഗ്യൻ്റെ യോഗ്യത കാരണം ലോകത്തെ എല്ലാ വീടുകളിലും ഇസ്ലാം ചർച്ച ചെയ്യപ്പെടും. അല്ലെങ്കിൽ ഒരു നിന്ദൻ്റെ നിന്യത നബി തിരുമേനിയെക്കുറിച്ചോ അല്ലെങ്കിൽ സർവലോക രക്ഷിതാവായ ദൈവത്തെക്കുറിച്ചോ ആ ദൈവത്തിൻ്റെ സന്ദേശമായ ഇസ്ലാമിനെ കുറിച്ചോ ആവശ്യമില്ലാത്ത ദുരാരോപണം ഉന്നയിക്കുന്ന ഒരു നിന്യൻ, അവൻ്റെ നിന്യത കാരണം ഒരു വീട്ടിൽ ഈ മതം എത്തിച്ചേരും. ഒരു നിന്യൻ എന്തോ ഒരു കളവ് പ്രചരിപ്പിച്ചു, അപ്പോൾ ആ വീട്ടിൽ എത്തിച്ചേരും. അപ്പോൾ വീട്ടുകാർക്കൊരു ബാധ്യതയുണ്ട് ഇതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ. എൻ്റെ കുട്ടിക്കാലത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസ് സാർവത്രികമാകാൻ എൻ്റെ കുട്ടിക്കാലം വരെ ഒരു സാഹചര്യവും ഇല്ല. എന്ന് മുതലില്ല, നബി തിരുമേനിയുടെ കാലം മുതൽ ഇന്നലെ വരെ ഇല്ല. ഇന്നുണ്ട്. എന്തുകൊണ്ട്? സോഷ്യൽ മീഡിയ വളർന്നു. എല്ലാവർക്കും ഒരേ ഒരു പണിയാണ് ഇസ്ലാമിനെ വിമർശിക്കുക. ഏത്തിസ്റ്റുകളും എക്സ് മുസ്ലിംസും അതിന് ഏറ്റവും വലിയ സൗകര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് അവർ എന്താ പറയുക, മന്ദഹസിച്ച് വേദികളിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ഇസ്ലാമിനെ തകർക്കുകയാണെന്നാണ്. ഒരിക്കലും അല്ല. അതിനെ പോസിറ്റീവായി എടുക്ക്. പിന്നെ ഇസ്ലാം മതത്തിൽ ആൾ പുറകോട്ട് പോകുന്നില്ലേ? എല്ലാ മതത്തിൽ നിന്നും പുറകോട്ട് പോകും പോലെയുണ്ട്. അത് ഈ ആരോപണമൊന്നും ഇല്ലെങ്കിലും പോവും. അതിന് ഞാൻ പറഞ്ഞല്ലോ. അതിന് കാരണം എന്താ? ഭൗതികതയെ ആസ്വദിക്കാനുള്ള ആളുകളുടെ ഒരു ത്വരയാണത്. ഏത് കാലത്തുണ്ടായിട്ടുണ്ട്. ആ ഒരു ആണിപാദത്തിൽ ഇന്ന് ഇസ്ലാം എന്ന ആളുകൾ പുറത്തു പോകുന്നുണ്ട്. പക്ഷേ ഈ അലസരായ യുവതി യുവാക്കൾ ജീവിക്കുന്ന ഒരു കാലത്ത് യഥാർത്ഥ മതം പഠിക്കാനും അത് തനിക്ക് പറഞ്ഞു തരുന്ന സത്യബോധമുള്ള, സത്യസന്ധതയുള്ള, ആത്മാർത്ഥതയുള്ള പണ്ഡിത വാക്കുകളെ ഉൾക്കൊള്ളാനും അവർക്ക് ചെവി കൊടുക്കാനും ഒക്കെ നമ്മുടെ യൂത്ത് തയ്യാറാകാനുള്ള കാരണം സത്യത്തിൽ ഏത്തിസ്റ്റുകളും എക്സ് മുസ്ലിംസും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സേവനം. അവരോട് അതിന് നന്ദി പറയണം. എനിക്ക് വാക്കുകളില്ല. അവർ അവരുടെ പ്രവർത്തനം തുടർന്നുകൊണ്ടേ പോകട്ടെ. കാരണം നബിയെ മനസ്സിലാക്കാനും സർവ്വലോകരക്ഷിതാവായ അള്ളാഹു എന്ന സർവേശ്വരനായ ദൈവത്തെ മനസ്സിലാക്കാനും ഖുർആനിനെ മനസ്സിലാക്കാനും ഇസ്ലാം എന്ന ഈ മതത്തെ മനസ്സിലാക്കാനും വളരെ സത്യസന്ധമായ സാഹചര്യം കണ്ണ് തുറന്ന് ചെവിയും തുറന്നിരിക്കുന്ന ആർക്കും ഇന്ന് ലോകത്തുണ്ട്. ശരി പഠിക്കാനുണ്ട്. അതിന് ഇസ്ലാം ആവണമെന്ന് മാത്രമില്ല. ഇപ്പോൾ നമ്മളെ നാട്ടിൽ കേരളത്തിൽ മലയാളക്കരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിനെതിരെ വരുന്ന ദുരാരോപണങ്ങൾക്ക്, നബി തിരുമേനിക്കെതിരെ വരുന്ന ദുരാരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിൽ ഒരു പക്ഷേ മുസ്ലിം പണ്ഡിതന്മാരെക്കാൾ വലിയ സേവനമാണ് ബഹുമാന്യനായ അലക്സാണ്ടർ ജേക്കബ് സാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ മുസ്ലിം അല്ല, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. അതേസമയം ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യത്തോടുള്ള പ്രതിബദ്ധത
കാര്യങ്ങൾ പഠിച്ചപ്പോൾ ഇതൊന്നല്ല, ഈ ആരോപണങ്ങളൊക്കെ യൂറോപ്യർ ഒരു കാലത്ത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആ ഒരു കളവായ ദുരാരോപണത്തെ, ആ കളവിനെ നമ്മുടെ നാട്ടിലെ നിരീശ്വരവാദികളും മറ്റുള്ളവരും ചവറ്റ് കൊട്ടയിൽ നിന്ന് വലിച്ചു കൊണ്ടുവരികയാണെന്ന് ഈ മനുഷ്യൻ ഇത് കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെട്ടു. അപ്പോൾ ഇസ്ലാം അല്ലാത്തൊരു മനുഷ്യൻ സത്യത്തോട് കാണിക്കുന്ന പ്രതിബദ്ധതയാണ് ഈ അടുത്ത കാലത്തെല്ലാം, കാലങ്ങൾ അനവധിയായി ബഹുമാനപ്പെട്ട അലക്സാണ്ടർ ജേക്കബ് സാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സത്യത്തോട് ആർക്കും പ്രതിബദ്ധതയുണ്ടാവും? അതിനൊക്കെ കാരണം എന്താ? ദുരാരോപണങ്ങൾ അധികരിക്കുക. അപ്പം ശരി എന്താണെന്ന് ചിന്തിക്കാൻ പുതിയ യൂത്ത് സ്വാഭാവികമായും തയ്യാറാവും. അതവർക്കൊരു അതിശക്തമായ ഒരു സ്വത്വബോധം, ഈ ഡിഫൻസീവ് ഐഡന്റിറ്റിയിലൂടെ അതിശക്തമായ ഒരു സ്വത്വബോധം അവർക്കുണ്ടാക്കി കൊടുക്കും. അത് അവരെ മതത്തെ കൂടുതൽ ശക്തമാക്കും. അവർ ആത്മാർത്ഥമായി നിസ്കരിക്കും, അവർ ആത്മാർത്ഥമായി ദൈവവചനങ്ങളെ ഉൾക്കൊള്ളും. ദൈവവചനങ്ങൾ വായിക്കാനും പഠിക്കാനുള്ളൊരു താല്പര്യം അവരിൽ ഈ അശാന്തമായ സാഹചര്യത്തിലും വളരെ പ്രയാസമുള്ള സാമൂഹിക സാഹചര്യത്തിലും പഠിക്കാൻ അവർക്ക് കഴിയും. അതവർക്ക് സോഷ്യൽ ഐഡന്റിറ്റി, ഒരു റിലീജിയസ് ഐഡന്റിറ്റി സ്വാഭാവികമായും ഉണ്ടാക്കി കൊടുക്കും. അതിനെല്ലാം നന്ദി പറയേണ്ടത് സത്യത്തിൽ ഏത്തിസ്റ്റുകളോടും എക്സ് മുസ്ലിംസിനോടാണ്. അതിനെ പോസിറ്റീവായി മനസ്സിലാക്കുകയും ആ യൂത്തിന് വസ്തുതകൾ പറഞ്ഞു കൊടുക്കാനുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യുക. അതവർ സ്വാഭാവികമായും അതിലെത്തിച്ചേരും. അത് സന്തോഷത്തോടെ നോക്കിക്കാണുക. എന്താണെങ്കിലും ഈ സത്യം സത്യമായി തന്നെ നിലനിൽക്കും. അതിനൊരിക്കലും നെഗറ്റീവായി കാണേണ്ടതില്ല. മറ്റൊരു ചോദ്യമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.